5-ാം അധ്യായം. ഇപ്പോൾ 1-ാം അധ്യായം യേശു, 2-ാം അധ്യായം 3-ാം അധ്യായം സഭ, 4-ാം അധ്യായം സ്വർഗം, സിംഹാസനം, സ്വർഗീയ സിംഹാസനം. ഇവിടെ ചുരുൾ വായിക്കണം. 5:1 മുതൽ. സിംഹാസനസ്ഥന്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. ഇവിടെ യോഹന്നാന്റെ ഫോക്കസ് ആദ്യം സിംഹാസനത്തിന് ശേഷം ഒരു ചുരുളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ചുരുൾ? ജെറമ്യ 32:6 മുതൽ 29 വരെ. ജെറമ്യ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്റെ പിതൃസഹോദരനായ ശുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എന്റെ സ്ഥലം വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം നിന്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും. കർത്താവ് അരുളി ചെയ്തതുപോലെ എന്റെ പിതൃസഹോദരപുത്രൻ ഹനാമേൽ കാരാഗൃഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു. ബെഞ്ചമിന്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിന്റേതാണ്. നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിൻ്റെ അരുളപ്പാടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് എൻ്റെ പിതൃസഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അതിൻ്റെ വില 17 ഷെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്ര വച്ചു. സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു. അങ്ങനെ നിയമവും നാട്ടുനടപ്പും അനുസരിച്ച് മുദ്ര വെച്ച ആധാരവും അതിന്റെ പകർപ്പും ഞാൻ വാങ്ങി. എന്റെ പിതൃസഹോദരപുത്രനായ ഹനാമേലിന്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗൃഹത്തിന്റെ നടുമുറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മഹസിയായുടെ പുത്രനായ നീരിയായുടെ മകൻ ബാറൂക്കിന്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂക്കിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിന്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ചുരുൾ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഡീഡ് പോലെയല്ല ഇവിടെ കാണുന്നത്, ഒരു ടൈറ്റിൽ ഡീഡ് പോലെ കാണുന്നത്. അത് മുദ്ര വയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിത്ത് സിംഗിൾ സീലാണ് ഇത് ചെയ്തത്. സിംഗിൾ സീലിനാണ് കസ്റ്റം. വേറൊരു ക്രയവിക്രയം നടന്നുല്ലോ. ഇപ്പം നമ്മൾ ഒരാളായിട്ട് അഗ്രിമെൻ്റ് നടത്തിയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. 10 ലക്ഷത്തിൻ്റെ അഗ്രിമെൻ്റ് നടത്തി 8 ലക്ഷം ഉള്ളെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യുള്ളൂ. പക്ഷേ യഹൂദ സംസ്കാരം അനുസരിച്ച് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ അവർക്ക് 7 വർഷം കൊണ്ട് അത് റീപേ ചെയ്താൽ മതി. പുറത്ത് 7 വർഷത്തിൻ്റെ അകത്തും പുറത്തെന്ന് പറഞ്ഞില്ലേ, അകത്ത് എന്താണ് ഇരിക്കുന്നത്? ഡീഡ് ഇരിക്കുന്നു. പുറത്ത് 7 വർഷത്തിൻ്റെ കടം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു രീതിയാട്ടോ ഈ പറയുന്നത്. എന്നിട്ട് അതിന് 7 സീലും കുത്തും. ഇനി കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്ക് അത് വീണ്ടും സ്വന്തമാകും. ഇതൊരു കൺസെപ്റ്റ്. വേറൊരു കൺസെപ്റ്റ് ഉള്ളത്, അകത്ത് മുഴുവൻ കാര്യം എഴുതും, പുറത്ത് സമ്മറി എഴുതും. ഇത് 2 കൺസെപ്റ്റാണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് ആദ്യത്തെ കൺസെപ്റ്റാണ് എടുക്കുന്നത്. കാരണം അതിന് ഒത്തിരി അർത്ഥങ്ങൾ കിടക്കുന്നുണ്ട്. ഇനി വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 7 സീല് വേറെ രീതിയിലും പറയുന്നുണ്ട്. ഓരോ ചുരുളിങ്ങനെ ഓരോ പ്രാവശ്യം സീൽ ചെയ്ത് ഇത് നമ്മൾ തുറക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് സീല് തുറക്കുമ്പോഴുള്ളതിൽ ഉപകാരമാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ സ്പിരിച്വൽ റിഫ്ലക്ഷന് നമ്മൾ ഈ കടത്തിൻ്റെ കടമുണ്ടല്ലോ, കടം 7 വർഷം കടം വീട്ടാൻ കിട്ടുന്നുണ്ട്. അത് വെച്ചാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പല ആശയങ്ങളുണ്ട്. അതിൽ ഈ ആശയമാണ് നമ്മൾ ധ്യാന ചിന്തയിലേക്ക് വരുമ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ആ വചനം ഒന്നൊന്നായിട്ട് വായിച്ചു വരാം. ഒന്ന് വായിച്ചേ. സിംഹാസനസ്ഥന്റെ വലത്ത് കൈ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഇതെന്തിനാ? സൈഡ് ഓഫ് ഫേവർ. ഇത്
ആൻഡ് സ്ട്രെങ്ത്, ഫേവറിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെയും അടയാളമാണ്. സങ്കീർത്തനം 20:6, സങ്കീർത്തനം 74:11, സങ്കീർത്തനം 80:17, സങ്കീർത്തനം 89:13, സങ്കീർത്തനം 98:1. വായിക്കാം. 20:6. കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ഫേവർ ആണ് അവിടെ. 74:11. അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു? എന്റെ വലത് കൈ എന്തുകൊണ്ട് അടക്കി വെച്ചിരിക്കുന്നു? 80:7. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണ. അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ശക്തനായ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. 89:13. അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ കരം കരുത്തുറ്റതാണ്. സ്ട്രെങ്ത്. 98:1. കർത്താവിന്റെ പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് സണ്ണ് സീറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സൺ ഈസ് സീറ്റഡ് awaiting ഹിസ് കിങ്ഡം. റൈറ്റ് ഹാൻഡ്. സണ്ണിൻ്റെ സീറ്റിംഗ് എവിടെയാണ്? പിതാവിൻ്റെ വലതുവശത്താണ്. പുത്രൻ്റെ വലതുവശത്താണ് ആരുടെ സീറ്റിങ്? അമ്മയുടെ സീറ്റിങ്. അതായത് അപ്പൻ്റെ വലത്തുവശത്ത് മകൻ, മകൻ്റെ വലത്തുവശത്ത് അമ്മ. മാതാവിനെ കുറിച്ചുള്ള റിഫ്ലക്ഷൻസ് വരുമ്പോൾ കാണാം. വചനത്തിലുള്ളതാണത്. സങ്കീർത്തനം 110:1, ദാനിയൽ 7:13-14, മർക്കോസ് 16:19, ആക്ട്സ് 5:31, ആക്ട്സ് 7:55, എഫേഷ്യൻസ് 1:20, കൊളോഷ്യൻസ് 3:1, ഹീബ്രു 1:3, ഹീബ്രു 10:12. 2 വായിക്കാം നമുക്ക്. കൊളോഷ്യൻസ് 3:1. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. ഇനി ഈ റൈറ്റ് ഹാൻഡിൽ ഇരുന്ന് എന്താണ് നടക്കണേ? ഇന്റർസെഷൻ ഫോർ ദ ചേർച്ച്. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ഫേവർ ആൻഡ് സ്ട്രെങ്ത്. പിന്നെ ദിസ് ഈസ് ദ സൈഡ് അറ്റ് വിച്ച് ദ സൺ ഈസ് സീറ്റഡ് awaiting his kingdom and making intercession for the church. Romans 8:34. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ. വലത്ത് ഭാഗത്തിരുന്ന് മധ്യസ്ഥനാകുന്നു. ഈശോയുടെ വലത്ത് ഭാഗത്തിരുന്നിട്ട് മാതാവ് എന്താ ചെയ്യുന്നത്? പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നിട്ട് പുത്രൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ വലത്ത് ഭാഗത്തിരുന്ന് എന്താ ചെയ്യേണ്ടത്? ഓക്കെ. ജീസസ് ഈസ് സീറ്റഡ് വിത്ത് മൈ ഫാദർ ഓൺ ദ ത്രോൺ. ഇതാണ് റെവലേഷൻ 3:21 നമ്മൾ വായിച്ചത്. ജീസസ് ഈസ് സീറ്റഡ് വിത്ത് മൈ ഫാദർ ഓൺ ദ ത്രോൺ. ഒന്ന് വായിക്കാം. റെവലേഷൻ 3:21. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ. അപ്പോൾ ദൈവം വിജയം വരിക്കുന്നു. അപ്പോൾ ആ വിജയം പങ്കാളികൾ നമ്മളും ആവുന്നു. പിന്നെ നമുക്കതിന് പങ്കു തരുന്നു. അതാണ് റെവലേഷൻ 5:13 നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. 6:16. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ. സിംഹാസനത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. 7:10. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. 1 രാജാക്കന്മാർ 2:19. ദർശക അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. രാജാവിന് വലതുഭാഗത്തിരുന്നു.
അതായത് യഹൂദ സംസ്കാരത്തിൽ അമ്മയാണ് ലേഡി, ക്വീനായിട്ട് വരുന്നത്, ഭാര്യമാരല്ല. ഇവിടെ അമ്മ വരുമ്പോൾ ഇനി അമ്മ ചെയ്യുന്ന പണി എന്തിട്ടാണ്? മധ്യസ്ഥാണ് വഹിക്കുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അതേ ലീനിയേജിലാണ് ആ വംശത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ദാവീദ് സോളമൻ ആ കണ്ടിന്യൂവേഷനാണല്ലോ ഈശോ വരുന്നത്. അപ്പോൾ ഈശോയുടെ അമ്മ രാജ്ഞിയാണ്. രാജ്ഞിക്കുള്ള സ്ഥലം റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡിൽ ഇരുന്ന് ചെയ്യുന്നത് മധ്യസ്ഥമാണ്. ഇപ്പോൾ നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം. റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഫേവർ ആൻഡ് സ്ട്രെങ്ത്. പിന്നെ നമ്മൾ പറഞ്ഞത് രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സൺ ഈസ് സീറ്റഡ് ആൻഡ് അവൈറ്റിംഗ് ദ കിങ്ഡം. പിന്നെ നമ്മൾ പറഞ്ഞത് ആ വെയിറ്റിംഗ് ടൈമിൽ ഇൻ്റർസെഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ത്രോണിൻ്റെ പവറും റെയിനിലും ഷെയർ എടുക്കുന്നു. ഷെയർ ഉണ്ട് ആർക്ക്? ഈശോയ്ക്ക്. ഇതാണ് റൈറ്റ് ഹാൻഡ്. ഇനി തുടരാം. 5:1 ഒന്നും കൂടി വായിക്കാം. സിംഹാസനസ്ഥന്റെ വലതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. നമുക്ക് ഈ ചുരുളാണല്ലോ ഇപ്പോൾ കണ്ടത്. അതിനെക്കുറിച്ച് ഒരു 3 അഭിപ്രായങ്ങളുണ്ട്. അതായത് ഈ ചുരുള് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കാറ്റലോഗാണ്. ഇത് 7 ചുരുളിൽ ഇനി തുറക്കുന്നത് ഓരോന്നും ജഡ്ജ്മെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് എസെക്കിയേൽ 2:9-10 വായിക്കാം. ഞാൻ നോക്കി, അതാ നീട്ടിയൊരു കരവും അതിലൊരു ലേഖന ചുരുളും. അവൻ അത് എന്റെ മുൻപിൽ വിടർത്തി. അതിന്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും. തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ അതിൻ്റെ അൺവെയിലിംഗ് അല്ല, അത് ആക്ടിവേഷനാണ്. അപ്പോൾ ഈ ഓരോ സീലും തുറക്കുന്നത് ഉടനെ ആ ജഡ്ജ്മെൻറ്റ് വരികയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ 7 ഇതാണ് മുദ്ര തുറക്കില്ലേ. 7ാമത്തെ മുദ്ര 6 തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈം ഗ്യാപ്പ് കിട്ടും. അതായത് മുദ്രയുള്ളവരുടെ കാര്യങ്ങൾ പറയും. 1,44,044 അതിൻ്റെയൊക്കെ നമുക്ക് കണക്ക് പിന്നെ കാണാം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും 7ാമത്തെ തുറക്കും. 7ാമത്തെ തുറക്കുന്ന സമയത്ത് ഒരു ഡീപ്പ് സൈലൻസ് ഉണ്ടാവും. സൈലൻസ് കഴിഞ്ഞിട്ട് പിന്നെ ട്രംഫറ്റാണ് തുടങ്ങുന്നത്. അടുത്ത ജഡ്ജ്മെൻറ്റ് തുടങ്ങും. അത് പിന്നെ ഇതൊരു നാടകം പോലെ അത് കഴിഞ്ഞിട്ട് വരുന്നതിനിടയ്ക്ക് ഗ്യാപ്പ് ഇടും, പിന്നെ വരും. അത് നമുക്ക് അങ്ങനെ വരുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഇത് ആക്ടിവേഷനാണ്, വെറും ഡിസ്ക്ലോഷർ അല്ല. ഇതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെറുതെ വായിച്ചു പോകുന്നല്ല എന്ന്, അത് ശരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ 2ാമത്തെ ഈ സ്ക്രോള് എന്ന് പറയുന്നത് പ്രൊഫറ്റിക് റെവലേഷനാണ്. ഏതൊക്കെയോ പ്രവാചകന്മാരുടെ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ ഫുൾഫിൽമെൻറ്റ് നടക്കാൻ പോവുകയാണ് ഈ സ്ക്രോളിലൂടെ. 3 ഇതൊരു ടെസ്റ്റമെൻ്റാണ്. 4 ഇതൊരു ഡീഡ് ഓഫ് പർച്ചേസാണ്. അതിലാണ് നമ്മുടെ കുറച്ച് ഫോക്കസ് നമ്മൾ ചെലുത്താൻ പറ്റുന്നത്. റെവലേഷൻ 5:9 ഒന്ന് വായിക്കാം. അവർ ഒരു നബിഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും. അപ്പോൾ പർച്ചേസാണ്, ഡീഡ് ഓഫ് പർച്ചേസാണ്. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ട് ഈ സ്ക്രോള്? ഇറ്റ് ഈസ് എ കാറ്റലോഗ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ്, പ്രൊഫറ്റിക് റെവലേഷൻ, ടെസ്റ്റ്മെൻറ്റ്, ഡീഡ് ഓഫ് പർച്ചേസ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു കവനൻ്റാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കോൺട്രാക്റ്റ് അല്ല, ദൈവികമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് കോൺട്രാക്റ്റ് അല്ല, കവനൻ്റാണ്. നമ്മൾ പണ്ട് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കവനൻ്റിലെ ഒരു നേച്ചർ എന്തിട്ടാ? ബോണ്ട് ഫോമിംഗ് ആണ് അവിടെ നടക്കുന്നത്. എന്താ നടക്കുന്നത്? കൂട്ടായ്മയെ അതാണ് ഫാമിലി ടൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർ സൺ റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടു എല്ലാ ഏൻഷ്യൻറ്റ് കവനൻസും. അതാണ് ഇവിടെയും കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ. ഈ കടം, ഈ സംഭവം അതുള്ളത്. ആരാ ശരിക്കും കടം വീട്ടുക? ബന്ധമുള്ളവരെ കടം വീട്ടുള്ളൂ. വല്ലവൻ്റെയും കടം ആരും പോയിട്ട് വീട്ടില്ല. അപ്പോൾ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധമാണ് ഇവിടെ കൊണ്ടുവരുന്നത്.
നമ്മളെപ്പോഴും ഒരു ഫാമിലി ആക്കണം. അതാണ് പിതാവായ ദൈവത്തിൻ്റെ എപ്പോഴും ഒരു സ്വപ്നം. അത് പല വചനങ്ങളിലൂടെയും ഈശോ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. റോമ 8:17, ഗലാത്യ 4:7, ജെറമ്യ 3:19, എസക്കിയൽ 46:16 മുതൽ 17 വരെ, 2 സാമുവൽ 7:14. ഒന്നിന്ന് ഓരോന്നും വായിക്കാം. അത് ഓരോന്നിനും ഓരോന്നും കണക്ട് ചെയ്ത് വായിക്കണം. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടം. ഈ അവകാശത്തിന്റെ നഷ്ടം വരുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. നമ്മൾ ആരാണ്? അവകാശിയാണ്. ഇനി ഗലാത്യ 4:7, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. അവകാശിയാണ്. ഈ അവകാശമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആരാണ് നഷ്ടപ്പെടുത്തിയത്? ആദം. നമുക്ക് അതാണല്ലോ, ആഡമാണല്ലോ. അത് പറയാം, നമുക്ക് വരാല്ലേ. ജെറമ്യ 3:19, എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതോപരമായ അവകാശം. എസക്കിയൽ 46:16, ചെയ്യുന്നു. രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തന്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവന്റേതായിരിക്കും. അത് അവന് പൈതൃക സ്വത്തായിരിക്കും. ഇനി 2 സാമുവേൽ 7:14, ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. ഇത് ഫാമിലിയിലെ ബോണ്ട് ആണ്. കവനന്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ആഡമിനെ ക്രിയേറ്റ് ചെയ്തത്. വെറുതെ ക്രിയേറ്റ് ചെയ്തതല്ല. അതെന്താണ്? ട്രിനിറ്റിയുടെ റിഫ്ലക്ഷനാണ് ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈൻ ഫാമിലി ഓഫ് ദ ട്രിനിറ്റി ആണ് ഉദ്ദേശിച്ചത് പിതാവായ ദൈവം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുന്നതാണ്. പക്ഷെ അവൻ പരാജയപ്പെട്ടു. പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, സ്നേഹം കുറഞ്ഞപ്പോൾ അവനിൽ ഭയം പ്രവേശിച്ചു. ഇനി പിതാവായ ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരണം. ഏതിലേക്ക്? ഈ കവനന്റ് ഫാമിലിയിലേക്ക്. അതാണ് ആ ഫാമിലി. പിന്നെന്താ വന്നേ? ഹൗസ് ഹോൾഡ്, ട്രൈബ്, നേഷൻ, ഇൻ്റർനാഷണൽ കിങ്ഡം, യൂണിവേഴ്സൽ ചർച്ച്. അങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നത്, കവനന്റ് മുഴുവൻ ഫുൾഫിൽ ചെയ്യുന്ന ആരാണ്? ഈശോ ആണ്. ഇനി ഈ സീൽ, the book that is sealed here in Revelation represents God's covenant promises. ഇത് പ്രോമിസാണ്. ഈ സീലിങ് തിരിച്ചു പിടിക്കുന്നതുണ്ടല്ലോ, അതൊരു പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ്. നമ്മൾ ആ ടൈറ്റിൽ റീഡ് അനുസരിച്ച് ആഡമിൻ്റെ കാര്യം നോക്കാം. ആഡമിനെ സൃഷ്ടിച്ചു. ജെനസിസ് 1:26-27. ഇതാണ് എഫേഷ്യൻസ് 2:10 ഉത്തരവാദിത്തം. സൽപ്രവർത്തികളുണ്ടല്ലോ, അത് അവന് ഈ ഉത്തരവാദിത്തം മുഴുവൻ റൂൾ ചെയ്യാനും റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൊടുത്തു. അത് എല്ലാ തലത്തിലും അവന് റൂൾ ചെയ്യാനുള്ള ഇതാണ് കൊടുത്തത്. ആ റൂളിംഗ് ആണ് അവൻ്റെ ശരിക്കുള്ള സൽപ്രവൃത്തി. അല്ലാണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുള്ളത് അടിമയാവാൻ വേണ്ടിയിട്ടില്ല. പുത്ര സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും പുത്ര സ്വാതന്ത്ര്യത്തിൽ അവകാശിയായിട്ട് ജീവിക്കാനാണ്. ആ അവകാശത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും കൂടിയുള്ളവരെ ആ അവകാശത്തിൽ വളർത്തുകയും. അതാണ് നമ്മൾ എഫേഷ്യൻസ് 4:12 പറഞ്ഞില്ലേ, വിശുദ്ധരെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മഹാന് എന്താ പറ്റിയത്? ഈ പുള്ളി അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ആര്? ഇനി ഈ കടം വീട്ടാതെ തോടത്തോളം കാലം ഈ പറയുന്ന ആരുടെ അധീനതയിലായി? സാത്താൻ്റെ അധീനതയിലായി. ഇത് ലോകം മുഴുവൻ അവൻ്റെ അധീനതയിലായി. അതാണ് 1 യോഹന്നാൻ 5:19. രണ്ടാമത്തെ വലയം അവൻ്റെയാണ്. പിന്നെ ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 2 കൊറിന്തോസ് 4:4. അപ്പോൾ അവൻ ഡാർക്ക്നെസ്സാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡാർക്ക്നെസ്സിൽ അവന് നഷ്ടപ്പെട്ടത് ആർക്കും കിട്ടരുത് എന്നുള്ള തന്ത്രങ്ങളാണ് അവൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ മേല്. ആർക്ക് നഷ്ടപ്പെട്ടത്? പിശാചിന് നഷ്ടപ്പെട്ടത്. അപ്പം അതാണ് ഇവനെ പിടിച്ചത്. ഇങ്ങനെ ആണ് ചരിത്രം നിൽക്കുന്നത്. ഇങ്ങനെ ട്രീറ്റീസ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനെ പതുക്കെ 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 കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആരാണ് ഇത് യോഗ്യം തുറക്കാൻ? ആർക്കാണ് കഴിയുക എന്നല്ല ചോദിച്ചത്. ഹൂ ഈസ്
വേർത്തിയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് ഹൂ ക്യാൻ എന്നല്ല ചോദിക്കുന്നത്. ആരാണ് യോഗ്യൻ? ഈ യോഗ്യന് 2 ക്വാളിറ്റി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഒന്ന് സിൻലെസ് ആയിരിക്കണം, 2 ഡിവൈൻ ആയിരിക്കണം. മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇനി സിൻലെസ്നെസ് സാധിക്കുമോ? പാസ് ചെയ്ത് സിൻഫുൾ നേച്ചറിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. അവനിലെ ഡിവിനിറ്റിയും അവൻ കളഞ്ഞു. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ, മോളിൽ നിന്ന് ആൾ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സ്നേഹം. ദിസ് ഈസ് ദ ലവ്. കാരണം രണ്ടാമത്തെ ആൾക്ക് വരാതെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ പ്ലാനാണ് ഫാമിലി. ആ ഫാമിലിയാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഫാമിലീനെ റിവേഴ്സ് ചെയ്യണം, റിവോക്ക് ചെയ്യണമെങ്കിൽ, റിസ്റ്റോർ ചെയ്യണമെങ്കിൽ പുത്രൻ വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. സിൻലെസ് എന്ന് പറയുന്നത് ഏഷ്യ 6:3-6 വരെ. അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇടുകയും ദേവാലയം ഭൂമപൂരിതമാവുകയും ചെയ്തു. പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും. അപ്പം അത് മനുഷ്യൻ്റെ. അപ്പോൾ റിവീലർ എന്താണ്? ഫുള്ളി ഹോളി ആയിരിക്കണം, സിൻലെസ് ആയിരിക്കണം. അതാണ് ദൈവം. രണ്ടാമത്തത് ഡിവൈൻ ആയിരിക്കണം. എസെക്കിയേൽ 2:9-11 വരെ. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. അവൻ അത് എന്റെ മുമ്പിൽ വിടർത്തി. അതിന്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിതാപനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. വേർത്തിയായിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെളിപാട് 5:5-6 വായിക്കും. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ സീക്വൻസിലുള്ള ഡേവിഡ് ഇന്റർനാഷണൽ കിങ്ഡം ആക്കുമ്പോൾ അത് എവർലാസ്റ്റിംഗ് കിങ്ഡം ആക്കും എന്നൊരു പ്രോമിസ് എടുക്കുന്നുണ്ട്. ഈ പ്രോമിസ് നമുക്ക് എടുക്കുന്നത് 2 സാമുവേൽ 7:8-16 വരെയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞു. പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി രാജ്യം സുസ്ഥിരമാക്കും. അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. ഇതാണ് ഡേവിഡിനുള്ള ഇന്റർനാഷണൽ കിങ്ഡം പ്രോമിസ് കേൾക്കേണ്ടത്. അത് ഫുൾഫിൽ ആകുന്നത് എവിടെയാണ്? ഇവിടെയാണ് ഇത് റിസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റിസ്റ്റോറേഷനിൽ മനുഷ്യൻ്റെ ഒറിജിനൽ കോളിംഗ് എന്നിട്ട് ഡിവൈൻ സൺഷിപ്പാണ്. ഒറിജിനൽ കോൾ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, അവകാശം, പുത്രസ്ഥാനം. ഇതാണ് ഒറിജിനൽ കോള്. ഇതിൽ നിന്നാണ് ഡീവിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡേവിഡിക് കവനൻ്റ് ആണ് ഇത് റിസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതാണ് ലൂക്ക 3:38, 2 സാമുവേൽ 7:14. ലൂക്ക 3:38 വായിക്കും. കൈനാൻ ഏനോസിന്റെയും ഏനോസ് സേത്തിന്റെയും സേത്ത് ആദാമിന്റെയും പുത്രനായിരുന്നു. ആദാം ദൈവത്തിന്റേതുമായിരുന്നു. 2 സാമുവേൽ 7:14 വെച്ച്. ഞാൻ അവന് പിതാവും അവന്റെ പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡം. ഈ ഒറിജിനൽ കോളിലേക്ക് റിസ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഡേവിഡിക് കവനന്റെ പ്രോമിസ് എടുക്കുന്നത്. ആ പ്രോമിസ് ഫുൾഫിൽ ആയിട്ടില്ല. അത് ജീസസിലാണ് ആവാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ഡേവിഡിക് കവനന്റ് ഇത് ആദ്യത്തെ ഏതാണ്? നമ്മുടെ സൃഷ്ടിയെ കുറിച്ചുള്ളതാണ്. രണ്ടാമത്തെ ആദാമിന് ഒരു വൊക്കേഷൻ ഉണ്ടായിരുന്നു. അതെന്താണ്? രാജാവും പുരോഹിതനാവാന്നുള്ളതാണ്. അതും ഈ കവനന്റ് റിസ്റ്റോർ ചെയ്യാണ്. അതെങ്ങനെയാണ്? ജനസിസ് 2:15, സാം 110:4. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സൂക്ഷിക്കാനും കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, അതിലെ എല്ലാ വൃക്ഷങ്ങളെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ച്. ഇനി സാം 110:4.
കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസേദെക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്ക് പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളെവിടെ നിന്ന് തുടങ്ങിയത്? ഡേവിഡിക് കവനന്റ്. ആ രജിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മാൻസ് ഒറിജിനൽ കോളിംഗ്, എന്തിനാ ഡിവൈൻ സൺഷിപ്പിലേക്ക്. പിന്നെ രണ്ടാമത് ആഡം പ്രീസ്കിങ്, അതായത് ഈ ദൗത്യത്തിലേക്ക് ഒരു പുരോഹിത ദൗത്യമുണ്ട്. അതെന്താണ്? വേർഷിപ്പ് ചെയ്യുന്ന ദൗത്യം. ഗോഡ്സ് പ്രോമിസ് ടു, ഇനി ആഡമിന് കൊടുത്തിട്ടുള്ള പ്രോമിസും റിസ്റ്റോർ ചെയ്യാണ് ഇവിടെ. അബ്രാഹത്തിന് കൊടുത്തത് ഒരു ട്രൈബാണല്ലോ. ബ്ലെസ്സിങ്, അവിടെ എന്താണ്? ബ്ലെസ്സിങ് ആണ്, എല്ലാവർക്കും ബ്ലെസ്സിങ് ആണ് കൊടുക്കുന്നത്. ജനസിസ് 22:18. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് എന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ പ്രോമിസ് കൊടുത്തെങ്കിലും അത് ഫുൾഫിൽ ചെയ്ത ആരല്ല? അബ്രാഹത്തിന്റെ സമയത്ത് ഫുൾഫിൽ ചെയ്തിട്ടില്ല. ജീസസ് ആണത് ഫുൾഫിൽ ചെയ്തേക്കണത്. കാരണം നമുക്ക് ചില പ്രോമിസ് കിട്ടിയെങ്കിലും ചിലപ്പോൾ നമ്മളായിരിക്കില്ല ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. സങ്കീർത്തനം 72:17. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ, സൂര്യൻ ഉള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ, അനുഗ്രഹീതൻ എന്ന് വിളിക്കട്ടെ. ഇത് ഫുൾഫിൽ ആവുന്നത് ആരിലാണ്? ജീസസിലാണ്. അതാണ് നമ്മൾ ഇനി അവസാനത്തെ വിജയത്തിൽ കാണാൻ പോകുന്നത്. ഇസ്രായേലിനൊരു വിളി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞ? മനുഷ്യൻ്റെ വിളി പറഞ്ഞു ആസ് എ ഹോൾ, പിന്നെ ആഡം, പിന്നെ അബ്രാഹത്തിൻ്റെ പ്രോമിസ്, പിന്നെ ഇസ്രായേലിൻ്റെ ഒരു കോളിംഗ് ഉണ്ട്, ഗോഡ്സ് ഫസ്റ്റ് ബോൺ പ്രീസ്ലി നേഷൻ എന്ന രീതിയിൽ. പുറപ്പാട് 4:22, പുറപ്പാട് 19:6, സങ്കീർത്തനം 89:27, സങ്കീർത്തനം 110:4. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എന്റെ പുത്രനാണ്, യാചാകും. 19:6. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ടത്. അവരൊരു സ്പെഷ്യൽ കോളാണ് അവർക്കുള്ളത്. പിന്നെ സങ്കീർത്തനം 89:27. 110:4. ഈ കവനന്റ് ഫുള്ളും പ്രോമിസസ് എല്ലാം കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? ജീസസ് ആണ്. ഈ ജീസസ് ഇത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എന്താണ്? ആള് പേ ചെയ്യുന്നുണ്ട്. ആ പേ ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത വചനത്തിൽ വായിക്കുന്നത്. അപ്പം ഇത് നമ്മൾ 5:5 വായിച്ചത്, ദ ലയൺ ആൻഡ് ദ ലാമ്പ്. ഇവിടെ നമ്മൾ ആ ഒരു കമ്പാരിസനാണ്, ലയൺ ആൻഡ് ദ ലാമ്പ്. എല്ലാത്തിനും അവകാശി എന്ന് പറയുന്നത് സിംഹമാണ്. ഈ പറഞ്ഞത് ഇപ്പം ഇത്ര മുഴുവൻ സിംഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ ആളുടെ കയ്യിലാണ് ഇരിക്കണേ. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത് വരാൻ പോകുന്നത്. 6 വായിക്കി. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട്. ഇതാണ് ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ. കൊല്ലപ്പെട്ടത് എന്താണ്? പോലെ എന്ന് പറയുന്നത് ക്രൂസിഫിക്ഷനാണ്. നിൽക്കുന്നത് എന്താണ്? റിസറക്ഷനാണ്. ഈ ലുക്കിനെ പറയുന്നത് ലുക്കിംഗ് ഷീപ്പിഷ്. അതായത് ഒരു ഷീപ്പിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ 53:7-10. അവൻ വർദ്ധിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ഉരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഇതൊരു ആന്റി ക്ലൈമാക്സ് ആണ്. അപ്പൊ യോഹന്നാൻ ഭയങ്കര പ്രതീക്ഷയാണ്. ജോൺ എക്സ്പെക്ട്സ് ടു സീ ദ മൈറ്റി കോൺകറർ, ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദ. പക്ഷെ ആള് കാണുന്ന ആരാണ്? കൊല്ലപ്പെട്ടതുപോലെ തോന്നുന്ന കുഞ്ഞാട്. അപ്പൊ നമുക്ക് ഈ ലാമ്പ് എന്താണ്? ഇതും ഒരു ഇപ്പൊ നേരത്തെ നമ്മൾ ലയണിനെയാണ് മുഴുവൻ കണ്ടുവന്നത്. എല്ലാ പ്രോമിസസും വളരെ വിജയിച്ചു വരുന്ന ഒരാളാണ്. ഇനി നമ്മൾ ഈ ലാമ്പ് എങ്ങനെയാണ് മൊത്തം ചരിത്രത്തിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലാമ്പ് നമ്മൾ കാണുന്നത് എവിടെയാ? അബ്രഹാം. അതായത് ലാമ്പ് ദാറ്റ് ഗോഡ് പ്രോമിസ്. ഒരു പ്രോമിസ് ചെയ്യുന്നില്ലേ? ദൈവം തരും എന്ന് പറഞ്ഞില്ലേ? ആ തന്നത് ആരാണ്? ജീസസ്. ജനസിസ് 22:8. മറുപടി പറഞ്ഞു, എനിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് വരും. അതാണ് പിന്നെ ഫുൾഫിൽ ചെയ്യുന്നത് ജീസസിലാണ്. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പ്രീഫിഗറിങ് ഉണ്ട്, രക്തം ചിന്തുന്നത്.
പക്ഷെ പക്ഷെ അങ്ങനെ അത്ര പറയുന്നില്ലെങ്കിലും അതിനു മുമ്പും രക്തം ചിന്തി എന്നാണ് പറയുന്നത്. ആർക്കാന്നറിയണം? ആദാമിന് വസ്ത്രം ഉണ്ടാക്കാൻ അപ്പൊ അവിടെയും രക്തം ചിന്തിയിട്ടുണ്ട്. ഏത്? ഇവിടെയും രക്തം ചിന്തി. ഈ രക്തം ചിന്തലുകളെല്ലാം തന്നെ ഈ വരാനിരിക്കുന്ന രക്തം ചിന്തന്റെ ഒരു മുന്നോടിയാണ്, ഒരു പ്രീഫിഗറിങ് ആണ്. ഇനി പാസ് ഓവർ ലാമ്പ്, അവിടെയും എന്താണ് ഉണ്ടാകുന്നത്? ബ്ലഡ് പ്രൊട്ടക്റ്റഡ്. പുറപ്പാട് 12:3-13 വരെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബ്ലഡ് പ്രൊട്ടക്ട് ദ ഇസ്രായേൽസ് ഫ്രം ദ ജഡ്ജ്മെന്റ് ദറ്റ് ഫെൽ ഓൺ ഈജിപ്റ്റ്. ഇനി സഫറിങ് സെർവൻറ്റ്, ഏഷ്യ 53:7-8 എന്താണ് കാണുന്നത്? സഹിക്കുന്നു. യോഹന്നാൻ 1:29 ജീസസിലേക്ക് വന്നു. ഏത്? ഇനി ഈ സ്പോട്ട്ലെസ് അൺബ്ലെമിഷ്ഡ് ലാമ്പിനെ കുറിച്ചാണ് 1 പത്രോസ് 1:18-19 1 കൊറിന്തോസ് 5:7 പറയുന്നത്. ഇത് ഡിവൈൻ ബ്ലഡ് കൺസെപ്റ്റാണ്. ഈ സ്ലോട്ടർ എന്താണ്? ഈ ലാമ്പ് സ്ലോട്ടർ അക്കംപ്ലിഷ് ചെയ്ത് എന്താണ്? ഹി ഹാസ് പർച്ചേസ്ഡ്. ഈ വധിക്കപ്പെടുന്ന വകയായിട്ട് ആളൊരു പർച്ചേസാണ് നടത്തിയത്. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. വെളിപാട് 5:9. 2 ഫ്രീഡ് അസ് ഫ്രം, 1 പർച്ചേസ് നടത്തി, 2 ഫ്രീഡ് അസ് ഫ്രം സിൻ. റെവലേഷൻ 1:5b അത് വായിക്കാം. വിശ്വസ്ത സാക്ഷിയെ നിങ്ങളെ ആർപ്പിക്കുന്നതിനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് 6-ലാണല്ല. ഇനി ഫ്രീഡസ് ഫ്രം സേറ്റൻ. വെളിപാട് 12:9-11 വരെ. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവരോട് കൂടി അവന്റെ ദൂതന്മാരും. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും വിജയം. ഫ്രീഡസ് ഫ്രം സേറ്റൻ. റെവലേഷൻ 20:1-3. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ മൃതത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. 10. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. ഈ സ്ലോട്ടറിങ് അക്കംപ്ലിഷ് ചെയ്തത് എന്തൊക്കെയാണ്? ഹി ഹസ് പർച്ചേസ്ഡ്, ഫ്രീഡസ് ഫ്രം സിൻ, ഫ്രീഡസ് ഫ്രം സേറ്റൻ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുടെ ഫങ്ഷൻ വീണ്ടും എന്തായി മാറി? പ്രീസ്റ്റിൻ്റെ ഫങ്ഷനായിട്ട് വീണ്ടും റിവോക്ക് ചെയ്യാണ്. 4 കാര്യങ്ങളാണ് പ്രീസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളത്. 1 ക്രിസ്ത്യൻ വേർഷിപ്പ്, 2 പ്രയർ, 3 മാർട്ടിഡം, 4 ടെസ്റ്റിമണി. അതിൽ ആദ്യത്തേത് ക്രിസ്ത്യൻ വേർഷിപ്പ്. റെവലേഷൻ 11:1-2. രണ്ടുപോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു. എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിന്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് അപ്പോൾ ക്രിസ്ത്യൻ വേർഷിപ്പ്. പ്രയർ റെവലേഷൻ 5:8-3. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 4 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും ശുദ്ധരുടെ പ്രാർത്ഥനകളാവുന്ന ഗുണദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. മാർട്ടിഡം റെവലേഷൻ 6:9. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. റെവലേഷൻ 12:11. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. നമ്മൾ ഒരു സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഹീസ് നോട്ട് ലൈങ് ഇൻ ടോം, റിസറക്റ്റഡ് ആണ്. ഹീസ് അപ്രൈറ്റ്, ഫുള്ളി അലൈവ് ആൻഡ് റെഡി ഫോർ ആക്ഷൻ.
അത് ആക്ട്സ് 7:55-56 എന്നായി. സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി കുത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ഒരു 7 ഹോണിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ. 5:6 ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി 7 കൊമ്പുകൾ. അതായത് ഹീ ഈസ് ഓൾ മൈറ്റി എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. ഈ കൊമ്പുകൾ എപ്പോഴും പവറിനെ കുറിച്ചാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഹോൺസ് എപ്പോഴും എന്താണ്? പവർ. നമുക്ക് കുറച്ച് വചനങ്ങൾ നോക്കാം. നിയമാവർത്തനം 33:17, 1 രാജാക്കന്മാർ 22:11, സങ്കീർത്തനം 89:17, ദാനിയൽ 7:7-8 വരെ ആൻഡ് 24. ഒരെണ്ണം വായിക്കാം. ഡ്യൂട്രോണമി 33:17. അവന്റെ കരുത്ത് കടഞ്ഞൂർ പോറ്റിന്റേത്, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റേത്. ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെ എല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളി മാറ്റും. അവരാണ് എഫ്രായിമിന്റെ 10,000, അവരാണ് മനാസയുടെ 1000. പിന്നെ 7 ഐസ് കാണിക്കുന്നുണ്ട്. അത് വീണ്ടും സോവറിനിറ്റിയാണ് കാണുന്നത്. എല്ലാം കാണുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്. റെവലേഷൻ 5:7. അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലത് കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ 137-1-4 വരെ നോക്കിയാൽ ബാബിലോൺ നദി ഗിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലിന വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രഹസ്യപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ. റെവലേഷൻ 5:8-13. സ്വീകരിച്ചപ്പോൾ 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ കലശവും കയ്യിലെന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. ഈ നവ്യഗാനത്തെ കുറിച്ച് സങ്കീർത്തനം 33:3, സങ്കീർത്തനം 40:3, സങ്കീർത്തനം 96:1, സങ്കീർത്തനം 98:1, സങ്കീർത്തനം 144:9, സങ്കീർത്തനം 149:1, ഏഷ്യ 42:10. അതിൽ നമുക്ക് ഏഷ്യ 42:10 വായിക്കാം. അപ്പോൾ അതൊരു പുതിയ ഗാനം. പിന്നെ ഇൻസെൻസിനെ കുറിച്ചാണല്ലോ എന്ന് പറയുന്നത്. അത് പ്രയേഴ്സ് ഓഫ് സെയിൻസ് ആണ്. സങ്കീർത്തനം 141:2. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ദുപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായി സ്വീകരിക്കണം. ജ്ഞാനം 18-21 മുതൽ. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തന്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ദുർവാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും നാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസൻ എന്ന് തെളിയിച്ചു.
കൊടുത്തത്? അബ്രാഹത്തിന് കൊടുത്തത്